الحمدلله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. قال الله تعالى في القرآن المجيد: لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وقال صلى الله عليه وسلم: لن تؤمنوا حتى تراحموا. قيل: كلنا رحيم. فقال رسول الله صلى الله عليه وسلم: إنه ليس برحمة أحدكم صاحبه ولكن رحمة الناس. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഈ മഹനീയ സദസ്സിന്റെ കടിഞ്ഞാൻ കയ്യിലേന്തിയ ബഹുമാനപ്പെട്ട ജിദ്ദയിലെ സുന്നി പ്രവർത്തനത്തിന് താങ്ങും തണലുമായി ഒരു വെള്ളി നക്ഷത്രം പോലെ നമുക്ക് അഭിമാന പുരസ്സരമായി നിലനിൽക്കുന്ന ബഹുമാനപ്പെട്ട TH ദാരിമി ഉസ്താദ്, അതുപോലെ ജയസിയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാപൂർവം ഒരു റിമോട്ടർ പോലെ നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട കരീം ഫൈസി, അതുപോലെ ആലമ്പാടി ഉസ്താദ്, അൻവരി, ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ വലത്തോർത്തുണ്ട്, കണ്ടിട്ടില്ല, ബഹുമാനപ്പെട്ട തങ്ങള്, മറ്റു നമ്മുടെ ജയസിയുടെ സ്ഥിരം പഠിതാക്കളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഗുണകാംക്ഷികളും അനുഭാവികളുമായ സഹപ്രവർത്തകരെ, ബഹുമാനപ്പെട്ട TH ഉസ്താദ് പറഞ്ഞത് ഒരു പക്ഷെ നമ്മളെ ക്യാമ്പയിന്റെ, നമ്മളെ സെമിനാറിന്റെ വിഷയമായിരിക്കും. അതാണ് സ്നേഹത്തിന്റെ അർത്ഥതലങ്ങൾ. ഇൻഷാ അല്ലാഹ് ഞാൻ ആദ്യമായി നമ്മുടെ ഇവിടുത്തെ പരിപാടിക്കൊന്നും വിഘ്നം സംഭവിക്കാത്ത രീതിയിൽ നിങ്ങളൊക്കെ ആർദ്രവമായി അതിലേക്ക് ക്ഷണിക്കുന്നു. വൈകുന്നേരം നടക്കുന്ന ഒരു വിപുലമായ സെമിനാറാണ്. അതിൽ സൗകര്യപ്പെടുന്നവരൊക്കെ പങ്കെടുക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ കരീം ഫൈസി എന്നോട് വിഷയം എന്താണെന്ന് തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ ഇവിടെ റബീഉൽ അവ്വൽ 1 മുതലേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വളരെ ഗഹനവും അവിടുത്തെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളെയൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാധുവായ ഞാനും ഒരു ദിവസം നുബുവത്ത് എന്ന വിഷയത്തെക്കുറിച്ച് കുറഞ്ഞ സമയം പങ്കുവെക്കാൻ അവസരമുണ്ടായി. ഇന്ന് കാരുണ്യത്തിന്റെ വശങ്ങളെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്തരം മേഖലയിൽ ആരെങ്കിലും വിശദമായി ചർച്ച നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കരീം ഫൈസി പറഞ്ഞു, ഇല്ല. ആ അർത്ഥത്തിൽ നമ്മളൊക്കെ സാധാരണ നബിദിന പ്രസംഗത്തിലൊക്കെ നമ്മളെ കുട്ടികളൊക്കെ പറയാറുള്ളത് പോലെ, നമ്മളെപ്പോഴും കേൾക്കാറുള്ളത് പോലെ അത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് സ്വല്പ സമയം നിങ്ങളുമായി പങ്കുവെക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. ഉദ്ദേശിച്ചത് പറയുവാനുള്ള തൗഫീഖ് ജഗന്നാഥൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. ബഹുമാനികളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കറിയാം, വിശ്വമാനവികതയുടെ വഴികാട്ടിയും അതിന് ഒരു വഴി വെട്ടിത്തെളിച്ച ഒരു വിശ്വ ഗുരുവാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതത്തിലെ കാരുണ്യത്തിന്റെ വശങ്ങൾ, കാരുണ്യം എന്ന് പറയുന്നതാണ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം നമുക്കൊക്കെ പലപ്പോഴും കേട്ടനുഭവിച്ച വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ് പറഞ്ഞത്. ഒരു ലോകത്തിന് എന്നല്ല, രണ്ട് ലോകത്തിനെന്നല്ല, ലോകങ്ങൾക്ക് എന്ന അർത്ഥത്തിലാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകങ്ങൾക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ഈ പ്രപഞ്ചങ്ങൾക്ക് മുമ്പും ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളുടെ ഒരു സത്തയായി നിലനിൽക്കുന്ന ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ പ്രപഞ്ചത്തിലേക്ക് നിയോഗിച്ച് അയക്കുന്നത് തന്നെ മുഴുവൻ ലോകങ്ങൾക്കും കാരുണ്യമായിട്ടാണ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ വാചകമല്ല. മാത്രമല്ല, അത് മനുഷ്യകുലത്തിന് മൊത്തം, പ്രപഞ്ചത്തിന് മൊത്തം, ഇവിടുത്തെ അരോചക വസ്തുക്കൾക്ക്, അചേതന വസ്തുക്കൾക്ക്, ജീവജാലങ്ങൾക്ക്, ജീവനില്ലാത്തവർക്കൊക്കെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യമായിരുന്നു എന്ന് അവിടുത്തെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചർച്ച ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിശ്വാസികൾക്ക് കാരുണ്യമായിരുന്നു. നമുക്കറിയാം, പ്രവാചകൻ മക്കം ഫതഹിന് ശേഷം
വിശുദ്ധ കഅബാലയത്തിന്റെ പരിസരത്ത് മക്ക ഫത്ഹായതിനു ശേഷം ആദ്യമായി നടത്തിയ പ്രസംഗത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തിയ, തന്നെ ബഹിഷ്കരിച്ച, തന്നെ പീഡിപ്പിച്ച, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിൽ കൊണ്ടുപോയിട്ട് വിഷമിപ്പിച്ച, മാത്രമല്ല ഷൈബ് അബീ ത്വാലിബിൽ പ്രവാചകനെ ബഹിഷ്കരിച്ച് തടവിലാക്കിയ ആ സമൂഹത്തെ നോക്കിയിട്ട് പ്രവാചകൻ പറഞ്ഞ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ട്. അന്തും തുലഖാ, നിങ്ങൾ മോചിതരാണ്, നിങ്ങളുടെ മേൽ ഇന്ന് ഒരു പ്രതികാര നടപടിയും ഇല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുന്നതിലൂടെ ഇവിടുത്തെ മനുഷ്യ മക്കൾക്ക് മുഴുവനും കാരുണ്യത്തിന്റെ ഒരു അധ്യാപനമാണ് പ്രവാചകൻ അവിടെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം ആദ് സമൂഹത്തെ, അതുപോലെ ആദ് സമൂഹത്തെയും ആദ് സമൂഹത്തെ പോലെയുള്ള മുൻകാല ഖുർആനിൽ പറയപ്പെട്ട ഒട്ടനവധി സമൂഹങ്ങളെ കുറിച്ച് അവർക്കൊക്കെയുമുള്ള ശിക്ഷകൾ അവർക്ക് പ്രവാചകന്മാർ കടന്നു വരുമ്പോൾ ആ പ്രവാചകൻ അംഗീകരിക്കാത്തതിന്റെ പേരിൽ അവർക്കെതിരെയുള്ള നടപടികൾ തീർത്തും സമൂഹത്തെ മൊത്തത്തിൽ നശിപ്പിച്ചുകൊണ്ടാണ് ചരിത്രത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ലൂത്ത് നബിയുടെ സമൂഹമായാലും അങ്ങനെ ഹൂദ് നബിയുടെ സമൂഹമായാലും തുടർന്നിങ്ങോട്ട് സർവ്വ പ്രവാചകന്മാരുടെയും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അവരൊക്കെയും ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ, അവരൊക്കെയും സത്യത്തിനെതിരെ കൊടിയുയർത്തിയപ്പോൾ, സത്യത്തിനെതിരെ പ്രതികാര ധ്വനിയുമായി അവർ മുന്നോട്ട് വന്നപ്പോൾ അവരെയൊക്കെ നശിപ്പിച്ചത് മൊത്തത്തിലുള്ളൊരു സാമൂഹിക നശിപ്പിക്കലൂടെയാണ്. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് അങ്ങനത്തെ ശിക്ഷാ നടപടി ഇല്ല എന്നുള്ളത് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വമാ അർസൽനാക, അങ്ങയെ നാം അയച്ചിട്ടില്ല ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ എന്ന ആ താത്വികമായ ഒരു വശം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല മദീന കാലഘട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ ജൂതരുമായിട്ടുള്ള ഇടപെടലുകളിലും അവിടെയുള്ള ഉടമ്പടികളിലും കൂട്ടമായി ജീവിക്കുന്നതിന്റെയും ഒക്കെയുള്ള ചരിത്ര പശ്ചാത്തലം അമുസ്ലിം ബുദ്ധിജീവികൾ വരെ, അമുസ്ലിം സാംസ്കാരിക നായകന്മാർ വരെ എടുത്തുദ്ധരിച്ച് വളരെ ചരിത്ര അവലോകനങ്ങൾ നടത്തപ്പെടാറുണ്ട്. നമുക്കറിയാം ആ ജൂതന്മാരോട് നടത്തിയ മദീന ചാർട്ടർ ചരിത്രത്തിൽ സുപ്രസിദ്ധമാണ്, ചരിത്രത്തിൽ സുപ്രധാനമായി നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ്. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയപ്പോ, തന്റെ അധീനതയിലായപ്പോ അവിടെ ഒരു പ്രതികാര നടപടി പ്രവാചകന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതൊക്കെയും നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിന്റെ നിറകുടമായിരുന്നു എന്നാണ്. അങ്ങനെ തുടങ്ങി നമുക്കറിയാം, ഞാനിവിടെ ഈ ആയത്തിന്റെ അതിൽ പറയുന്ന ഒരു തുണ്ട്, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികൾക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യം തന്നെയല്ലേ? നമ്മുടെ മനസ്സാകുന്ന മാണിക്യ രമ്യഹർമ്മത്തിൽ വിരാജിക്കേണ്ടുന്ന പ്രവാചകൻ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകൻ നമ്മോടൊപ്പം ഇല്ലാത്തൊരു നിമിഷമുണ്ടോ? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം പൂർത്തിയാവണമെങ്കിൽ തന്നെ, വിശ്വാസത്തിന്റെ പൂർത്തീകരിക്കണമെങ്കിൽ തന്നെ ആ പ്രവാചകനെ അവഗണിച്ചുകൊണ്ടോ അവിടുത്തെ ഓർക്കാതെയോ അവിടുത്തെ മാറ്റി നിർത്തിയോ നമ്മുടെ വിശ്വാസം തന്നെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഇങ്ങോട്ട് കാരുണ്യത്തിൽ ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം, റഊഫ് റഹീം എന്ന് പറയുന്ന പദം നമുക്കറിയാം സൃഷ്ടി സന്ധ്യകളിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ പേരിൽ അള്ളാഹു ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ വിശേഷണമാണ് റഹീം, റഹ്മാൻ, മലിക്, ഖുദ്ദൂസ്, സലാം എന്നൊക്കെ തുടങ്ങുന്ന നമ്മുടെ അസ്മാഉൽ ഹുസ്നയിൽ പറയപ്പെടുന്ന റഹീം, റഊഫ് റഹീം. ഈ റഊഫും റഹീമുമാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സൃഷ്ടികളെ മുഴുവനും പടക്കാൻ കാരണക്കാരനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു തന്നെ ഉപയോഗിച്ച് നൽകിയ സമ്മാനത്തിന്റെ പദം റഊഫുൻ റഹീമുൻ. അവിടുന്ന് റഊഫാണ്, റഹീമാണ്. വിശ്വസികൾക്ക് പ്രവാചകൻ റഊഫും റഹീമുമായി നിലകൊള്ളുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്നും വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിന്റെ നസ്സ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു മറ്റൊരു സൃഷ്ടിക്കും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ എത്ര പുകഴ്ത്തിയാലും വാഴ്ത്തിയാലും അവിടുന്ന് ഒരു ദൈവപുത്രനല്ല, അവിടുന്ന് ദൈവമല്ല,
അവിടുന്ന് ഒരു സൃഷ്ടാവല്ല, അവിടുന്ന് ഒരിക്കലും ഖാലിഖല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ലൂഖ് തന്നെയാണ്. മഖ്ലൂഖായ തന്റെ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയെ റഊഫ് റഹീം എന്ന് അള്ളാഹു ഉപയോഗിച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. എങ്കിൽ പ്രിയരെ, മഹാനായ റസൂലുള്ളാഹി വിശ്വസികൾക്ക് കാരുണ്യമാണ്. നമ്മിൽ നിന്നുണ്ടായ പ്രവാചകൻ നമുക്ക് തന്നെ കാരുണ്യമായി വർത്തിക്കുന്നു. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് മുഴുവനും ഇമാമായി നിശ്ചയിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ ആയിരിക്കണം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് തന്നെ പറയുന്ന ഒരു വിശാലമായ ഒരു ആയത്ത് നമുക്കൊക്കെ അറിയാം. ആലി ഇംറാനിൽ കാണാം, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക്. ഈ വിശുദ്ധ ഖുർആനിന്റെ വചനം വിശാലാർത്ഥം ഇവിടെ നൽകുന്നുണ്ട്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള റഹ്മത്ത് എന്ന ഒന്നുകൊണ്ട് മാത്രം ലിൻത ലഹും, അവരോട് താങ്കൾ മയപരമായ പെരുമാറ്റം നടത്തി, കാരുണ്യപരമായ ഇടപെടൽ നടത്തി. അള്ളാഹു തന്ന റഹ്മത്ത് കൊണ്ട്, പ്രവാചകൻ തന്റെ റഹ്മത്തല്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിൽ മറ്റൊരു ആയത്തിൽ കാണാം, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ നബിയെ തങ്ങൾ പറയുക, ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ട്, വബിറഹ്മതിഹി, അവിടുത്തെ റഹ്മത്ത് കൊണ്ടും, ഫല്യഫ്റഹു, അപ്പോൾ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. മറ്റു ഭൗതിക ലാഭങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ ആ സന്തോഷമാണ് ഏറ്റവും ഉത്കൃഷ്ടമെന്ന് നമുക്ക് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ അവിടുത്തെ ജനനത്തിലായാലും ജന്മദിനത്തിലായാലും ജന്മമാസത്തിലായാലും കൂടലും ആടലും സന്തോഷിക്കലുമൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്ത് യൂനുസിൽ പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. അല്ലാഹുവിന്റെ ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഖുർആനാണെന്ന് മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നു. വബിറഹ്മതിഹി, അവിടുത്തെ റഹ്മത്ത് കൊണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രവാചകനാണെന്ന് മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നു. അപ്പൊ ആ റഹ്മത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരു റഹ്മത്താണ്. അപ്പൊ ആ റഹ്മത്താവുന്ന താങ്കൾ അള്ളാഹുവിൽ നിന്ന് നൽകിയ റഹ്മത്ത് എന്ന ഒന്നുകൊണ്ട് മാത്രം ലിൻതലഹും, ആർക്ക്? തന്റെ മുമ്പിലുള്ള 3 വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട്, മൂർഖൻ പാമ്പ് വരെ ആരാധിക്കുന്ന ആചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ വളരെ മോശമായ ഒരു ഇരുണ്ട യുഗം എന്ന് കാലം വിശേഷിപ്പിക്കപ്പെട്ട ഒരു വിഭാഗത്തിന്റെ മുമ്പിൽ അവരോട് മയപരമായ പെരുമാറ്റം നടത്താനുള്ള ഒരു കാരണം എന്താണ്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള റഹ്മത്ത് ആണ് തങ്ങൾ എന്നതുകൊണ്ട്, അവിടെ നിന്ന് നൽകിയ റഹ്മത്ത് എന്ന ഒന്നുകൊണ്ട് മാത്രമാണ് ലിൻതലഹും, അവരോട് താങ്കൾ വളരെ മയപരമായ പെരുമാറ്റം നടത്തിയത്. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബ്, അങ്ങെങ്ങാനും കോപിതനായി ഹൃദയ കാഠിന്യത്തോടുകൂടി അവരോട് ഇടപെട്ടിരുന്നുവെങ്കിൽ ലം ഫല്ലൂ മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റുമൊന്നും അവർ ഓടിപ്പോകുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിസംബോധന ചെയ്യുകയാണ്. ലം ഫല്ലൂ മിൻ ഹൗലിക്, താങ്കൾ കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ, താങ്കൾ കോപിഷ്ഠനായിരുന്നുവെങ്കിൽ, ലം ഫല്ലൂ മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റും നിന്നും ഓടിപ്പോകുമായിരുന്നു അവർ. ആര്? മക്ക മുശ്രിക്കുകൾ, മദീന ജൂതന്മാർ, അവരൊക്കെ ഓടിപ്പോകുമായിരുന്നു. അവരൊക്കെയും മയപരമായ പെരുമാറ്റത്തിലൂടെ തന്റെ ജീവിത വിശുദ്ധി കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു നേതാവ് എങ്ങനെയായിരിക്കണം, അനുയായികൾക്ക് മുമ്പിൽ ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്ന ഒരു വലിയ ഗുണപാഠവും കൂടി ഇതിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെയും നേതൃഗുണമുള്ളവർ, നേതൃ രംഗത്തുള്ളവരാണ്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്, പ്രാദേശികമായി അതുപോലെ അന്താരാഷ്ട്രപരമായി നമ്മുടെ പരിധിക്കനുസരിച്ച് ഓരോരുത്തരും ഓരോ നിലക്ക്, ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നേതൃത്വത്തിൽ ബന്ധപ്പെടുന്നവരാണ്, നേതൃഗുണമുള്ളവരാണ്, നേതൃത്വമായി ഇടപെടുന്നവരാണ്. നമുക്കൊക്കെയും പാഠമാവുന്ന വലിയൊരു സന്ദേശവും കൂടി ജിദ്ദ ഇസ്ലാമിക് സെന്ററിന്റെ നബിദിന ക്യാമ്പയിന്റെ അവസാനത്തെ ദിവസമായ ഇന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന ലോകത്തെ ഇമാമിനെ,
ഇമാമുൽ ആലമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ലോകത്തെ വിശ്വത്തിന്റെയും ഗുരുവായ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അവിടുന്ന് തന്റെ അനുയായികൾക്ക് മുമ്പിൽ കാണിച്ച കാരുണ്യപരമായ ഇടപെടലുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തീർത്തും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സുന്നി പ്രവർത്തനത്തിന് ഈ ജിദ്ദ പട്ടണത്തിൽ അതിന്റെ വ്യക്തമായ ഊടും പാവും നൽകി മുന്നോട്ട് പോകുന്ന നാം ഒക്കെയും ഇരുന്ന് ചിന്തിക്കാനും പഠിക്കാനും വക നൽകും വിധം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നു ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം എന്ന ഒന്നുകൊണ്ട് മാത്രം ലിൻതലഹും, താങ്കൾ അവരോട് മയപരമായ പെരുമാറ്റം നടത്തുന്നത്. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം റാസി ഉദ്ധരിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. അത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതായിട്ടാണ് ഇത് ഉദ്ധരിക്കപ്പെടുന്നത്. ലാ ഹിൽമ അഹബ്ബു ഇലല്ലാഹി തആല മിൻ ഹിൽമി ഇമാമിൻ വരിഫഹു. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പക്വത, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടക്കം, ഒതുക്കം, അതുപോലെ അച്ചടക്കം, പാകത, പക്വത എന്നൊക്കെ പറയുന്നത് മിൻ ഹിൽമി ഇമാമിൻ വരിഫഹു, ഒരു ഇമാമിൽ നിന്നുള്ള പക്വതയും ഒരു ഇമാമിൽ നിന്നുള്ള മയപരമായ പെരുമാറ്റവുമാണെന്ന് ഈ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം റാസി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പക്വത അത് ഇമാമിൽ നിന്നുള്ള പക്വതയും ഇമാമിൽ നിന്നുള്ള മയപരമായ ഇടപെടലുമാണ് എന്ന്. മാത്രമല്ല അറിവില്ലായ്മയിൽ നിന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അറിവില്ലായ്മ, ഏറ്റവും ഇഷ്ടപ്പെട്ട അറിവില്ലായ്മ ഏതാണെന്നറിയുമോ? അത് മിൻ ജഹിലി ഇമാമിൻ വഖിർഖു, ഇമാമിന്റെ വിവരമില്ലായ്മയും അവന്റെ പോയത്വവും അവന്റെ അബദ്ധങ്ങളും അവന്റെ അബദ്ധജടിലമായ പ്രവർത്തനങ്ങളുമാണ് അള്ളാഹുവിന് ഏറ്റവും കോപിക്കുന്ന അള്ളാഹുവിന്റെ അറിവില്ല, അള്ളാഹുവിന് രക്ഷപ്പെടുന്ന അറിവില്ലായ്മകളിൽ ഏറ്റവും വലിയ അറിവില്ലായ്മ അത് ഇമാമിന്റെ അറിവില്ലായ്മ. അപ്പൊ ഇമാം എന്ന് പറയുന്നവർ സത്യത്തിൽ നമ്മൾ അറിവിനും ജ്ഞാനത്തിനും അതുപോലെ ഇൽമിലുള്ള അവഗാഹത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ്, അതുപോലെ ഇൽമിനും തഖ്വക്കുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇമാമിനെ തെരഞ്ഞെടുക്കുന്നതും തെരഞ്ഞെടുക്കേണ്ടതും. നമുക്കറിയാം, നാം ഒക്കെ വിഭാവനം ചെയ്യുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹൽ പ്രസ്ഥാനം ബാലവി മുല്ലക്കോയ തങ്ങൾ തൊട്ടിങ്ങോട്ട് തുടങ്ങി വന്ന ആ സാത്വിക സമൂഹം ഇന്ന് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിൽ എത്തി നിൽക്കുന്ന നമ്മുടെ നേതൃപാഠവും നിങ്ങൾ ആലോചിക്കണം. അവിടെ ജാഥകൾക്കോ ഗോഷ്ഠികൾക്കോ അതുപോലെ സമ്പത്തിനോ ആർഭാടപൂർണമായ ജീവിതത്തിനോ നമ്മുടെ നേതാക്കന്മാർ പ്രാധാന്യം നൽകിയിട്ടില്ല. തീർത്തും പ്രാധാന്യം നൽകിയത് ഇൽമിനും തഖ്വക്കുമായിരുന്നു. ഇൽമ് ഏറ്റവും അറിവുള്ളവർ ആരാണ് കൂട്ടത്തിൽ, ഏറ്റവും ജീവിതത്തിൽ സൂക്ഷ്മതയുള്ള ആളാരാണ് കൂട്ടത്തിൽ എന്ന ചർച്ചയിലേക്കായിരുന്നു നമ്മുടെ സാത്വിക ലോകം, പണ്ഡിത ലോകം ഇറങ്ങിച്ചെന്നത്. അങ്ങനെ പരിശുദ്ധാത്മാക്കളിലൂടെ നടന്നു വരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വാക്താക്കളായ നമ്മൾ ഈ ഒരു അധ്യായം, ഈ ഒരു പാഠം, ഈ ഒരു ആയത്തിന്റെ വ്യാഖ്യാനം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതും നമ്മെ ആലോചിപ്പിക്കേണ്ടതുമാണെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പ്രവാചകനെ കുറിച്ച് ഇമാം റാസി അത് പൂർത്തിയാക്കുന്നുണ്ട്. ഫലമ്മ കാന ഒരാഴ്ച ജലദോഷം കുടിച്ചിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടും അപ്പോ ആ ഒരു ബുദ്ധിമുട്ടാണ്. അല്ല, ഒരു സിഗ്നൽ തന്നാ മതി. 12 പേര്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ ഇമാമ് എങ്ങനെ ആയിരിക്കണമെന്ന് നാമൊക്കെ നേതൃത്വത്തിന്റെ കീഴിൽ നിൽക്കുന്ന ആ നേതൃത്വം എങ്ങനെ ആണ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തതിന്റെ കൂട്ടത്തിൽ ഫലമ്മാ കാന അലൈഹിസ്സലാത്തു വസ്സലാം ഇമാമുൽ ആലമീൻ,
അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ ഇമാമാവുമ്പോൾ ലോകങ്ങളുടെ മുഴുവനും അവിടെയും ആലമീൻ എന്നാ പറഞ്ഞത്. ഈ ആലമു ദുന്യയുടെ അല്ല, ആലം ഒരുപാടുണ്ട്. റബ്ബുൽ ആലമീൻ എന്ന് പറയുന്ന അവിടെ വ്യാഖ്യാനിച്ചെടുത്ത് മുഫസ്സിർ തഫ്സീറുകളിലൊക്കെ എത്ര ആലം വിശദീകരിച്ചിട്ടുണ്ട്. ആലമുൽ ബർറ്, ആലമുൽ ബഹർ, ആലമുൽ സമാ, ആലമുൽ ബത്തുൻ. അതൊരു ലോക, ബത്തുലെ ലോക നമ്മൾ അവിടുന്നൊക്കെ പോകുന്നതാണ്. ആലമുൽ ബത്തുൻ നമ്മൾ പോകുന്നത്. അങ്ങനെ ആലമുൽ ദുന്യ, ആലമുൽ ബർസഖ്, ഇതൊക്കെയും ആലമാണ്. ആലമീൻ മുഴുവൻ ലോകങ്ങളുടെയും നേതാവായിരിക്കുമ്പോൾ ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരിക്കണം? വജബൻ യകൂന അക്തറുഹും ഹിൽമൻ വഅഹ്സനുഹും ഖുലുഖാ. അവിടെ നിന്ന് അവരിൽ ഏറ്റവും പക്വതയുള്ള ആളായിരിക്കൽ നിർബന്ധമാണ്. അവരിൽ ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവമുള്ള ആളായിരിക്കൽ നിർബന്ധമാണെന്ന ഒരു നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. അല്ലാഹുവിൽ നിന്ന് നൽകിയ കാരുണ്യം എന്ന ഒന്നുകൊണ്ട് മാത്രം ലിന്തലവും അവരോട് താങ്കൾ കാരുണ്യത്തിൽ മയപരമായ ഇടപെടൽ നടത്തി. അങ്ങനെയല്ല, വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബി, താങ്കൾ കഠിന ഹൃദയനും കോപിഷ്ഠനുമായിരുന്നെങ്കിൽ ലം ഫല്ലൂ മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റുമൊന്നും അവർ ഓടിപ്പോകുമായിരുന്നു. ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. പ്രവാചകന്റെ കാരുണ്യത്തിന്റെ വശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇനി ഒട്ടനവധി ഹദീസുകളും ഒക്കെ ഉദ്ധരിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും ഇറങ്ങി ചെല്ലുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന്റെ മുമ്പ് വരെ എങ്ങനെയായിരുന്നു പ്രവാചകൻ എന്ന് നുബുവത്തിന്റെ ആ പശ്ചാത്തലം വിശദീകരിച്ച സന്ദർഭത്തിൽ ഞാൻ ഇവിടെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അതിലില്ലാത്ത കുറെ ആളുകളൊക്കെ ഈ സദസ്സിലുള്ളത് കൊണ്ട് ആ ഹദീസ് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ പ്രവാചകനെ കുറിച്ച് തക്രാറ്, കറാത്ത്, മറാത്ത് പറയലല്ലാതെ എന്താണ് ആനന്ദകരമായിട്ടുള്ളത്? നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും മദീനയിലേക്ക് ഇങ്ങനെ ഓർക്കുമ്പോഴും മദീന മനസ്സിൽ കാണുമ്പോഴും അവിടത്തേക്ക് സ്വലാത്ത് വിടുമ്പോഴും അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തി പറയുകയും ഓർക്കുകയും വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മുടെ മനസ്സ് കുളിർക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ രംഗത്ത്, നുബുവത്തിന്റെ സന്ദർഭത്തിൽ ഹിറാ ഗുഹയിലിരിക്കുന്ന പ്രവാചകന്റെ സന്നിധിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇഖ്റ എന്ന് പറയുകയും മാ ബിഖാരിൻ എന്ന് പറയുകയും ആ പറഞ്ഞ പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്, മനസ്സിലാക്കിയത്. ആ കഴിഞ്ഞ് പ്രവാചകൻ തിരിച്ചു വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ തന്റെ സഹധർമ്മിണിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഇണയെ അങ്ങേയറ്റം സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു രംഗം. ഈ രംഗം ഒന്നുമല്ല നമ്മുടെ വിഷയം. അതൊക്കെ നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ്. ഒറ്റപ്പെടലിന്റെ നീരസങ്ങൾ നേരിടുമ്പോൾ നമ്മുടെ ഭാര്യ നമ്മളെ സമാശ്വാസത്തിന്റെ വാക്കുകൾ പറയും. ടെലിഫോണിലൂടെ ആണെങ്കിൽ അങ്ങനെ, നേരിട്ട് കാണുമ്പോഴാണ് അങ്ങനെ, അതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പറഞ്ഞ പദപ്രയോഗങ്ങളിൽ എന്തായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ഒരു വേള ഒരു 40-ാമത്തെ വയസ്സായപ്പോ ഒരു സുപ്രഭാതത്തിൽ ഒരു ഗുഹയിലേക്ക് വിളിച്ച് ഒരു നുബുവത്ത് എന്ന് പറയുന്ന ഒരു പട്ടം കൊടുത്തതല്ലല്ലോ. പ്രവാചകൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും സൃഷ്ടികൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടി സംജയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. കുന്തു കൻസൻ മഖ്ഫിയൻ, ഞാനൊരു ഖുദ്സിയായ ഹദീസിലൂടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു പറയുന്നതായിട്ട്, കുന്തു കൻസൻ മഖ്ഫിയൻ, ഞാൻ മറക്കപ്പെട്ട ഒരു നിധിയായിരുന്നു. ഫഅറത്തു അൻ ഉറഫ, അപ്പോൾ ഞാൻ അറിയപ്പെടണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. ആര്? അല്ലാഹു പറയുകയാണ്. ഞാൻ അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അപ്പോൾ ഫഖലഖ്തുൽ ഖൽഖ, അപ്പോൾ സൃഷ്ടിപ്പിനെ ഞാൻ സൃഷ്ടിച്ചു. ആ സൃഷ്ടി ഏതാണ്? ആദ്യത്തെ ആ സൃഷ്ടി ഏതാണ്? ആ സൃഷ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്താൽ കിട്ടുന്ന ഒരു സംഗതിയാണ്. ആ ഭാഗത്തേക്ക് ഞാൻ മുതിരുന്നില്ല. അത് ഞാൻ ഇവിടെ ഒരിക്കൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ അത് ആവർത്തിക്കപ്പെടേണ്ടതില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യമായി ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളുടെ മുഴുവനും രഹസ്യവും സത്യവുമായി ആദ്യമായി പടച്ചത്. അതിങ്ങനെ കൈമാറി പോന്ന് അദ്ദേഹത്തിന്റെ ആ പ്രഭ ഈ ഭൂലോകത്തേക്ക് വരുന്ന ജന്മദിനം, ആ പറയപ്പെടുന്ന ദിവസവും, അതൊക്കെയാണ് നമ്മൾ ആദരിക്കപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും ആഘോഷിക്കപ്പെടുന്നതും ഒക്കെ. അങ്ങനെ ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഇവിടെ 40 കൊല്ലം ജീവിച്ചല്ലോ. ഈ 40 കൊല്ലം ജീവിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റെക്കോർഡിൽ, അവിടുത്തെ അഡ്രസ്സിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകൻ തന്നെയാണ്. മഹാനായ റസൂൽ തന്നെ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, മതാ വജബത്തിൻ നബുവ, നബുവത്ത് എപ്പോഴാണ് താങ്കൾക്ക് ലഭിച്ചതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വആദമു ബൈന റൂഹി വൽ ജസദ്, ആദം നബി അലൈഹിസ്സലാം ആത്മാവിന്റെയും റൂഹിന്റെയും ആത്മാവിന്റെയും ശരീരത്തിന്റെയും മധ്യ ആയിരിക്കുമ്പോഴാണ് ഞാൻ പ്രവാചകനായത്, അപ്പോഴാണ് എനിക്ക് നബുവത്ത് കിട്ടിയത് എന്ന ഒരു ആത്മീയ ലോകത്ത് വലിയ ചർച്ച ഉണ്ട്. അതല്ല നമ്മുടെ വിഷയം. ഞാൻ പറയുന്നത്, പ്രവാചകൻ നേരത്തെ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട, നേരത്തെ കൺട്രോൾ ചെയ്ത് ഒരു നിയന്ത്രണത്തിലൂടെ കൊണ്ടുവരപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നതിലേക്ക് സൂചിപ്പിക്കാനാണ് ഇത്രയും ഞാൻ ഈ വിഷയം നിങ്ങളെ സൂചിപ്പിച്ചത്. ആ മഹാനായ റസൂൽ 40 കൊല്ലം നാട്ടിൽ, തന്റെ ജന്മനാട്ടിൽ മക്കയിൽ ജീവിച്ചുവല്ലോ. ആ ജീവിച്ചപ്പോഴുള്ള പ്രവാചകൻ എന്തായിരുന്നു എന്നാണ് മഹാനായ ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവ് ഹിറാ ഗുഹയിൽ നിന്ന് നബുവത്ത് കിട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ തന്റെ ഭൗതിക ശരീരത്തിലേക്ക് അല്പം ഭയവും സ്വല്പം ബേജാറുമൊക്കെ കണ്ടപ്പോൾ പ്രവാചകൻ വന്നുകൊണ്ട് പറയുന്നു, സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിട്ടു മൂടൂ ഖദീജ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകനോട് തിരിച്ച് ബഹുമാനപ്പെട്ട ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു പദമുണ്ട്, കല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ. കല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ, അല്ലാഹു ഒരു കാലത്തും അങ്ങയെ കൈവിടുകയില്ല. കാരണം എന്താണ്? ഇന്നക ലതസ്ലുർ റഹ്മ, താങ്കൾ കുടുംബബന്ധം പുലർത്തി ജീവിക്കുന്നവനാണ്. വതഹ്മിലുൽ കല്ല, വിഷമിക്കുന്നവന്റെ വിഷമം കണ്ടറിഞ്ഞതിൽ ഇടപെടുകയും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പര്യാപ്തമായ ജീവിതം നയിക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന വലിയൊരു ആശയം നമുക്ക് ഖദീജ ബി പഠിപ്പിക്കുകയാണ്. വതക്സിബുൽ മഅദൂമ, വസ്ത്രമില്ലാത്തവൻ വസ്ത്രം ധരിപ്പിക്കുകയും, വതഖരിൽ ലൈഫ, അതിഥികളെ സ്വീകരിക്കുകയും, അതുപോലെ തൊഴിൽ വരാൻ വായിബിൽ ഹഖ്, സത്യത്തിന്റെ വഴിയിൽ സത്യത്തിനെതിരിൽ സഹായിക്കാൻ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ആ പ്രവാചകൻ. അപ്പൊ 40 കൊല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നാട്ടിലെ ആ പ്രബുദ്ധമായ ഒരു സംഘാടകനും, ഒരു സാംസ്കാരിക പ്രവർത്തകനും, ഒരു സാമൂഹ്യ പരിഷ്കർത്താവും, ഒരു ജീവകാരുണ്യ പ്രവർത്തകനുമായി തന്റെ ജീവിതത്തിന്റെ ചുറ്റുപാടിലുള്ള മക്കയിലെ ആ രാജ്യത്ത്, ആ പ്രദേശത്ത് നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ള ഒരു വസ്തുത പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, നമുക്കറിയാമല്ലോ ഹജറുൽ അസ്വദ് വെക്കുന്ന സന്ദർഭം. ഹജറുൽ അസ്വദ് വെക്കുന്ന സന്ദർഭത്തിൽ ഒരു നിയോഗം പോലെ അവിടെ നിന്ന് പറയപ്പെടുകയാണ്, ഇനി ആരാണോ ഇങ്ങോട്ട് ആദ്യം കടന്നു വരുന്നതെങ്കിൽ അദ്ദേഹമായിരിക്കും ഇതെടുത്തു വെക്കുക. ഇത് പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് അള്ളാഹുവിന്റെ ഒരു നിയന്ത്രണം എന്നോണം അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. ചെല്ലുമ്പോ പ്രവാചകൻ ചെയ്തതെന്താ? ശരി, എന്നോട്ട് പറഞ്ഞാച്ചാണ്, അതല്ലെങ്കിൽ ഞാനാണ് ഇപ്പൊ ഇവിടെ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആളെന്ന് മനസ്സിലാക്കി പ്രവാചകൻ സ്വന്തം അങ്ങ് എടുത്തു വെച്ചില്ലല്ലോ. പ്രവാചകൻ അവിടെ ഒരു മധ്യസ്ഥന്റെ റോള് സ്വീകരിച്ചു. മാത്രമല്ല, ഒരു മധ്യസ്ഥത വഹിക്കാനുള്ള അതിന്റെ എല്ലാ അർത്ഥത്തിലും പരിപൂർണനായ ഒരു മുഹമ്മദായിരുന്നു മക്കത്ത് ജീവിച്ചത്. മാത്രമല്ല, അൽ അമീൻ എന്ന് പറയുന്ന വിശ്വസ്തൻ, പരമവിശ്വസ്തൻ എന്ന് പറയുന്ന ഒരു അഡ്രസ്സിലേക്ക് പ്രവാചകൻ ഉയർന്നിരുന്നു. ഇവിടെ ഓറിയന്റലിസ്റ്റുകാര് മുഹമ്മദ് നബി വിശ്വസ്തൻ എന്ന് പറയുന്നത് അൽ അമീൻ എന്ന് പറയുന്നത് കൊണ്ടല്ല. അൽ അമീൻ എന്ന് പറയുന്ന ആ പദം അത് ഉമ്മ ആമിന എന്ന പേരായതുകൊണ്ട് അതിൽ നിന്ന് ലോപിച്ച് അൽ അമീൻ എന്നായതാണെന്നൊക്കെ ഓറിയന്റലിസ്റ്റുകാർ മുഹമ്മദ് നബിയുടെ അസാധാരണത്വം ചുരുക്കിക്കൊണ്ടുവരാൻ വേണ്ടി, പരിധി നിശ്ചയിക്കാൻ വേണ്ടി പലപ്പോഴും വിളിച്ചു കൂവാറുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരമവിശ്വസ്തനും സത്യസന്ധനുമായി. അബൂജഹൽ പോലും ഒരു വേളയിൽ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞില്ലേ, ഇന്നാ ലാ നുകദ്ദിബുക ബൽ നുകദ്ദിബു ബിമാ ജിഅത ബിഹി. ഇന്നാ ലാ നുകദ്ദിബുക, നിശ്ചയം നമ്മൾ നിങ്ങളെ കളവാക്കുന്നില്ല, നിന്നെ നാം കളവാക്കുന്നില്ല, മറിച്ച് നീ കൊണ്ടുവന്ന ഒന്നിനോട് ആണ് നമുക്ക് വിമർശനം, നമ്മൾ കൊണ്ടുവന്നതിനോടാണ് നമുക്ക് എതിർപ്പ്. നിന്നെ നമുക്കറിയാം, നീ അബ്ദുള്ളയുടെ ഇമാമിനയുടെ പൊന്നാരമോനായ ഇവിടെ ജനിച്ചു, ജീവിച്ചു, ഞങ്ങളുടെ മുമ്പിൽ വളരെ സത്യസന്ധനായി ജീവിച്ചു, ഞങ്ങൾക്കറിയാം നീ ഉത്കൃഷ്ടനാണ്, സത്യസന്ധനാണ്, നീ ഒരാളെയും ഒരു നിലക്കും വേദനിപ്പിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ നിന്നെയല്ല നമ്മൾ കളവാക്കുന്നത്.
അവിടെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. അവിടെ ആരാണ്? അബുൽ ഹക്കം എന്ന് പറയുന്ന അബൂജഹൽ, ഇസ്ലാമിന്റെ ബദ്ധവൈരിയായി ലോകത്ത് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയാൻ, അങ്ങനത്തെ ഒരു അഡ്രസ്സിൽ പരിചയപ്പെടുത്താൻ വിശേഷിപ്പിക്കപ്പെട്ട അബൂജഹൽ എന്ന് പറയുന്ന ലഅനത്തുല്ലാഹി അലൈഹി, ആ മനുഷ്യൻ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത് ഇന്നാ ലാ നുകദ്ദിബുക ബൽ നുകദ്ദിബുക. അങ്ങ് കൊണ്ടുവന്നതിനോടാണ് നമുക്ക് വെറുപ്പ്, തന്നോടല്ല എന്ന് പറയുന്ന ഒരു സ്വരം. അത് വലിയൊരു വാക്കാണ്. അങ്ങനെയുള്ള ഒരു നേതാവാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് നമുക്ക് കാണാം. അപ്പൊ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ഈ പരിചയപ്പെടുത്തൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് 40 കൊല്ലം നബുവത്ത് കിട്ടുന്നതിന് മുമ്പും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാം ജീവിക്കുന്ന പരിസരത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ആ പ്രബുദ്ധമായ തന്റെ ജീവിതം ആ സമൂഹത്തിന് സമർപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരുണ്യത്തിന്റെ നിറകുടമായ, കാരുണ്യം സപ്ലൈ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട, ലോകത്ത് കാരുണ്യം അത് വിതരണം ചെയ്യാൻ വേണ്ടി അയക്കപ്പെട്ട ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിലെ അവിടുന്ന് കുട്ടികളോടും അതുപോലെ തന്റെ കുടുംബത്തോടും മാത്രമല്ല നാൽക്കാലി മൃഗങ്ങളോട് വരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കാരുണ്യത്തിലും വളരെ സ്നേഹത്തിലും സഹിഷ്ണുതയിലുമാണ് ജീവിച്ചു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഒരിക്കൽ പ്രഖ്യാപിക്കുകയാണ്, ജൂതന ഒരു ദിമ്മിയായ കാഫിറിനെ വല്ലവനും ആക്രമിച്ചാൽ ഞാൻ അവന്റെ ശത്രുവാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു വിശാല മനസ്സ്. ഞാൻ ഒരു ദിമ്മിയായ കാഫിറിനെ വല്ലവനും ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ അവന്റെ ശത്രുവാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാട്ടിയ ഒരു വിശാല മനസ്സുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ ഈ പ്രവാചകൻ മനുഷ്യകുലത്തിന് മൊത്തം, നമുക്കറിയാം ഹൃദയ വിശാലത എന്ന് പറയുന്നത് നമുക്ക് മക്കളോടായാലും കുടുംബത്തോടായാലും ഭാര്യയോടാണെങ്കിലും ഒക്കെയുള്ള ആ സ്നേഹവും അതുപോലെ ആ മവദ്ദയും ഒക്കെ അതൊക്കെ അള്ളാഹു നൽകുക തന്നെ വേണം. നമുക്കറിയാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ പ്രവാചകൻ ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് തന്റെ പേരക്കിടാങ്ങളെ, തന്റെ ഇടവും വലവും തൂങ്ങിക്കളിച്ച് കിടക്കുന്ന കുട്ടികളെ തിരിച്ചും മറിച്ചും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ചുംബിക്കുന്നത് കണ്ടപ്പോ ആ സദസ്സിലുണ്ടായിരുന്നല്ലോ അഖ്റബിന് യാബിസ് തമീമി എന്ന് പറയുന്ന ഒരു അറാബിയായ മനുഷ്യൻ സദസ്സിലുണ്ടായിരുന്നല്ലോ. പ്രവാചകന്റെ ആ സ്നേഹവായ്പ, തന്റെ കുട്ടികളോടുള്ള സ്നേഹത്തിന്റെ, ഒരു മനുഷ്യന് തന്റെ മക്കളോടും പേരക്കുട്ടികളോടും ഉണ്ടാവുന്ന സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് ചുംബനവും ആലിംഗനവും ഒക്കെ. ആ കൂട്ടിപ്പിടിച്ചുള്ള ചുംബനം കണ്ടപ്പോ അഖ്റബിന് യാബിസ് പറഞ്ഞതെന്താ? ഇന്നലി അശറത്തുൻ, എനിക്ക് 10 മക്കളുണ്ട്, 10 കുട്ടികൾ എനിക്കുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദൻ ഖത്ത്, ഒരാളെയും ഇന്ന് വരെ ഞാൻ ചുംബിച്ചിട്ടില്ല. ഒരാളെയും ചുംബിക്കാനുള്ള ഒരു മനസ്സ് ആ മനുഷ്യന് വന്നിട്ടില്ല, ഉണ്ടായിട്ടില്ല. നിങ്ങൾ നമ്മളെ കുറിച്ച് നമ്മൾ ആലോചിച്ചു, നമുക്ക് ഓർക്കാൻ പോലും കഴിയുമോ? നമ്മുടെ കുട്ടികളെ കാണുമ്പോ, കുട്ടികളെ ഓർക്കുമ്പോ, ഇപ്പോ ഇന്റർനെറ്റ് യുഗമാണ്, എല്ലാവരും കണ്ടുകൊണ്ടിങ്ങനെ സംസാരിക്കണം. കുട്ടികളെ കാണുന്നു, ഭാര്യയെ കാണുന്നു, മക്കളെ കാണുന്നു, ഉമ്മയെ കാണുന്നു, എല്ലാവരെയും കണ്ടുകൊണ്ടാണല്ലോ ഈ നമ്മൾ ആശയവിനിമയം നടത്തുന്നത്. ഈ ആശയവിനിമയം നടത്തുമ്പോഴൊക്കെ സത്യത്തിൽ ഒന്ന് കിട്ടിയെങ്കിൽ ചുംബിക്കാമായിരുന്നു എന്റെ കുഞ്ഞിനെ എന്നൊരു ഓർമ്മ നമുക്കൊക്കെ മനസ്സിൽ തത്തിക്കളിക്കാറുണ്ട്. അറിയാൻ നമ്മൾ ഉപബോധ മനസ്സിൽ നിന്ന് വന്നു പഠിച്ചോ, എന്റെ കുഞ്ഞിനെ ഒന്ന് കിട്ടിയെങ്കിൽ കുട്ടിപ്പിടിച്ച് ചുംബിക്കാൻ ഒരവസരം കിട്ടി. ഈ പ്രവാസത്തിന്റെ നീരസത്തിൽ കഴിയുന്ന നമുക്കൊക്കെ കാരുണ്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത് പറയുമ്പോ നമ്മുടെ മനസ്സ് നാം ഒന്ന് ആലോചിക്കണം. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു ലവലേശം തൊട്ട് തീണ്ടാത്ത ഒരു മനുഷ്യനായിട്ട് വേണ്ടേ പ്രവാചകന്റെ മുമ്പിലുള്ള അഖ്റബിന് യാബിസിനെ നമുക്ക് കാണാൻ? ആ മനുഷ്യൻ പറയുന്നു, ഇന്നലി അശറത്തുൻ, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദൻ ഖത്ത്, ഒരാളെയും ഞാൻ എന്റെ ജീവിതത്തിൽ ചുംബിച്ചിട്ടേ ഇല്ല. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് കണ്ണുരുട്ടിയിട്ട് ഇങ്ങനെ നോക്കി. ഫനദറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മ ഖാല മൻ ലാ യർഹം ലാ യുർഹം, മൻ ലാ യർഹം ലാ യുർഹം. കാരുണ്യമില്ലാത്തവന് കാരുണ്യം കാരുണ്യം മൻ ലാ യർഹം ലാ യുർഹം, കാരുണ്യം നൽകപ്പെടാത്തവന് കാരുണ്യം ഉണ്ടാവുകയില്ല. കാരുണ്യം എന്നത് നിനക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല, കാരുണ്യത്തിന് ഒരു ഭാഗ്യം വേണം എന്ന അർത്ഥത്തിൽ ഒരു സ്ഫോടനാത്മകമായ പ്രഖ്യാപനമാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയോടും കുട്ടികളോടുമൊക്കെ എങ്ങനെ ഇടപെടണം, എങ്ങനെ കഴിയണമെന്ന കാരുണ്യത്തിന്റെ വശങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ വായിച്ച് വിശദമായി ലഫ്ളം ബിലഫ്ള് വായിച്ച് അർത്ഥം വെച്ച് വിശദീകരിക്കപ്പെടേണ്ടുന്ന ഒരു ചർച്ചാ ക്ലാസ്സിലാണ് ഇതൊക്കെ വിശദീകരിക്കപ്പെടേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം എന്ന് പറയുന്ന തന്റെ കുട്ടി, ആ കുട്ടി മരിച്ചുപോയപ്പോഴുണ്ടായ രംഗം, ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി മരിച്ച് അവിടെ ജനാസ സംബന്ധമായ കാര്യങ്ങളുമായി പലരും കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫജഅൽ ഐന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തദ്മഅൻ, ദുഃഖത്തിന്റെ പാരമ്പര്യയാൽ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. പ്രവാചകൻ വിതുമ്പി കരയുകയാണ്. ഈ സന്ദർഭത്തിൽ ഫഖാല ലഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, വ അൻത യാ റസൂലല്ലാഹ്, എന്താണ് അങ്ങ് പ്രവാചകരെ, എന്താണിത് കഥ, എന്താണ് തങ്ങൾ കരയുന്നത്, എന്താണ് കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് എന്നുള്ള അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഐന തദ്മഉ വൽ ഖൽബു യഹ്സൻ, ഹൃദയം എന്ന് പറയുന്നത് ദുഃഖിക്കുകയും കണ്ണീർ പൊഴിക്കുകയും ചെയ്യും. അതൊരു പ്രകൃതി സത്യമാണ്. ദുഃഖം വരുമ്പോൾ, അടങ്ങാത്ത വിഷമം വരുമ്പോ നമ്മൾ കണ്ണീർ പൊഴിക്കും, സന്തോഷത്തിനും കരയാറുണ്ട്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സീമന്തപുത്രൻ ഇബ്രാഹിം എന്ന് പറയുന്ന പുത്രൻ തന്റെ ജീവിതത്തിലെ ഒരു പൊന്നോമന ആൺകുഞ്ഞ്, ആ ആൺകുഞ്ഞ് മരിച്ചതുമായി ബന്ധപ്പെട്ട് ഖുറൈശി കുലത്തിൽ അന്നുള്ള പശ്ചാത്തലത്തിൽ തന്റെ സാഹചര്യത്തിൽ പരിസരത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നല്ലേ ചന്ദ്രഗ്രഹണം, എന്താ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം ഉണ്ടായത്, സൂര്യഗ്രഹണം ഉണ്ടായത്. അന്നാണ് സൂര്യഗ്രഹണം ഉണ്ടായത്. സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ അവരെല്ലാവരും ആഘോഷിച്ചു, ഇത് മുഹമ്മദിന് ബർക്കത്ത് ഇല്ലാത്തത് കൊണ്ടാണ്, ബർക്കത്തറ്റുപോയി മുഹമ്മദ് നബി എന്ന് പറയുന്ന ഈ പ്രവാചകൻ എന്നൊക്കെ വാദിച്ചു വന്ന അദ്ദേഹത്തിന് സന്താന പരമ്പര അറ്റുപോയിരിക്കുന്നു, ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയും മരിച്ചു, ഇനി ആരുമില്ല എന്നുള്ള അർത്ഥത്തിൽ അവിടെ പരിസരത്തുള്ള ആളുകൾ പ്രവാചകനെ കളിയാക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലേക്ക് വരെ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയുടെ മരണം എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാന്ത്വനത്തിന്റെ വചനവുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന രംഗവുമൊക്കെ അത് വിശദമായ ചർച്ചയാണ്. ഇന്ന അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഇന്ന അഅതൈനാകൽ കൗസർ, അങ്ങേക്ക് ഹൗദുൽ കൗസറിനെ നാം തന്നിരിക്കുന്നു. അവിടെ ഹൗദുൽ കൗസർ എന്നും അല്ല, കൗസർ എന്നത് കസീർ എന്ന് പറയുന്ന പദത്തിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ് എന്നും, കസീർ എന്ന അർത്ഥത്തിൽ അത് ബഹുമാനപ്പെട്ട ഇമാം റാസിയൊക്കെ 2, 3, 4 പേജുകളിലായി വളരെ വിശദമായ ആ കസീർ വിശദീകരിക്കുന്നു. ആ കസീർ വിശദീകരിക്കുന്നുണ്ട്. കസീർ അത് വലിയ സംഭവമാണ്. ഓരോന്ന് പ്രവാചകൻ നൽകപ്പെട്ട സംഗതികൾ, പ്രവാചകനോട് വാഴ്ത്തപ്പെടുന്നതൊക്കെ നമ്മൾ വിശദമായി വിശദീകരിക്കേണ്ട സംഗതിയാണ്. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നു, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. അതുകൊണ്ട് അപ്പോൾ താങ്കൾ റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയും അവിടത്തേക്ക് വേണ്ടി ബലികർമ്മം നടത്തുകയും ചെയ്യുക. ഇന്ന ശാനിയക ഹുവൽ അബ്തർ, ഇന്ന ശാനിയക, തങ്ങളോട് മത്സരിക്കുന്നവൻ, തങ്ങളെ പുച്ഛിക്കുന്നവൻ, തങ്ങളെ കളിയാക്കുന്നവൻ, തങ്ങളുടെ വില സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്തുന്നവൻ, അവനാണ് ഹുവൽ അബ്തർ, അവനാണ് ബർക്കത്തറ്റവൻ, അവനാണ് കുടുംബ പരമ്പര അറ്റുപോയവൻ എന്ന അർത്ഥത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാന്ത്വനിപ്പിച്ച രംഗവുമൊക്കെ ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ പ്രവാചകന്റെ കാരുണ്യത്തിന്റെ വശമാണ് മനസ്സിലാക്കേണ്ടത്. തന്റെ കുഞ്ഞ് മരിച്ചപ്പോൾ ലോകത്തിന് ഇമാമായി നിൽക്കേണ്ടുന്ന തന്റെ കുടുംബത്തിനും നാടിനും നാട്ടാർക്കുമൊക്കെ ധൈര്യവും സമാധാനവും നൽകേണ്ടുന്ന ആ നേതാവ് തന്റെ കുഞ്ഞ് എന്ന് പറയുന്ന തന്നിൽ നിന്ന് പിറന്ന ഒരു മകൻ വേർപിരിഞ്ഞപ്പോ തദ്മആനി തദ്രിഫാനി, തന്റെ കണ്ണീർ പൊഴിഞ്ഞു, ദുഃഖത്തിന്റെ ഭാരത്താൽ കണ്ണീർ പൊഴിക്കുകയാണ്. ഇതൊക്കെയും നമ്മെ പഠിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ വിശാലമായ അധ്യായത്തിലേക്ക് നമ്മെ എത്തിക്കുകയാണ്. മാത്രമല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുള്ള അൻസാരികളുടെ ഒരു തോട്ടത്തിലേക്ക് കടന്നു ചെന്നപ്പോ, തോട്ടത്തിലേക്ക് പ്രവാചകൻ കടന്നു ചെന്നപ്പോ അവിടെ ഒരു ഒട്ടകം കണ്ണീർ പൊഴിച്ചു നിൽക്കുകയാണ്.
പ്രവാചകൻ ചെന്നുകൊണ്ട് ചോദിക്കുന്നു, മൻ റബ്ബ് ഐ സാഹിബു ഹാദൽ ജമൽ, ആരാണ് ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ, ആരാണ് ഈ ഒട്ടകത്തിന്റെ നാഥൻ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു അൻസാരി ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു വന്നപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫലാ തത്തഖില്ലാ ഫി ഹാദിഹിൽ ബഹീമ, ഈ നാൽക്കാലി മൃഗത്തിൽ നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ? അല്ലത്തി മല്ലക്കക അല്ലാഹു ഇയ്യാഹ, അത് നിനക്ക് അല്ലാഹു ഉടമയാക്കി തന്നതാണ്, നിനക്ക് തന്ന ഒരു അനുഗ്രഹമാണ് ഒരു ഒട്ടകം. ഒട്ടകം എന്ന് പറയുന്നത് നമുക്ക് വാഹനത്തിനും പലതിനും ഉപയോഗിക്കുന്ന തന്റെ ഈ സാധനം, ഇതിന് നീ എന്തിനാണ് നീ ഇതിനെ വേദനിപ്പിക്കുന്നത്? ഇന്നഹു ശക്കാ ഇലയ്യ അന്നക തജീഉഹു വതദ്ഇബുഹു, നീ അതിനെ ബുദ്ധിമുട്ടിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന അർത്ഥത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അൻസാരിയോട് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അദ്ദേഹത്തെ ശകാരിക്കുകയാണ്. അപ്പൊ ഒരു ഒട്ടകത്തിന്റെ, ഒരു ജീവി, ഒരു നാൽക്കാലി മൃഗത്തിന്റെ വേദന അറിയാൻ ഉള്ളൊരു വിശാല മനസ്സ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ള അതിന്റെ അർത്ഥതലങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഒരു ഹദീസ് അവസാനമായി സമ്മാനമായി നൽകിക്കൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യഗണങ്ങളോട് ഒരു വേള വളരെ അർത്ഥഗർഭമായ ഒരു സംഭാഷണം നടത്തുകയാണ്. സാധാരണത്തിനുപരിയായി പ്രവാചകൻ ഒന്നിങ്ങനെ മുഖമൊക്കെ വിവരണമായ രീതിയിൽ പ്രവാചകൻ പറയുന്നു, ലൻ തുമിനു ഹത്താ തുറാഖി, ലൻ തുമിനു, നിങ്ങൾ വിശ്വസികളാവുകയില്ല, ഹത്താ തുറാഖിമു, നിങ്ങൾ പരസ്പരം കാരുണ്യത്തിൽ വർത്തിക്കുന്നത് വരെ, പരസ്പരം കാരുണ്യത്തിൽ വർത്തിക്കുന്നത് വരെ നിങ്ങൾ വിശ്വസികളാവുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചപ്പോ അവിടെ നിന്നൊരു സഹാബി എഴുന്നേറ്റ് ചോദിക്കുകയാണ്, കുല്ലുനാ റഹീം, പ്രവാചകനെ ഞങ്ങളെല്ലാവരും അങ്ങുമിങ്ങും വളരെ സ്നേഹത്തിലും കാരുണ്യത്തിലുമാണല്ലോ ജീവിക്കുന്നത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നഹു ലൈസ ബിറഹ്മതി അഹദികും സാഹിബഹു, നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടുകാരനോട് അങ്ങുമിങ്ങും സ്നേഹത്തിൽ വർത്തിക്കുന്നതല്ല സ്നേഹം, മറിച്ച് വലാകിൻ റഹ്മത്തുന്നാസ്, മനുഷ്യ മക്കളോട് മുഴുവനും കാരുണ്യത്തിൽ വർത്തിക്കലാണ്. ജാതി മതഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ഗ്രൂപ്പുകൾക്ക് അതീതമായി മനുഷ്യ മക്കളോട് മുഴുവനും കാരുണ്യത്തിൽ വർത്തിക്കണമെന്ന വലിയൊരു അധ്യാപനം, ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് നമ്മുടെ മുമ്പിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് മരിച്ചു പോയതെങ്കിൽ ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമുക്കെന്നും താങ്ങും തണലുമായി നിലകൊള്ളണമെന്ന് ഈ മഹനീയ സദസ്സിന് സമ്മാനമായി നൽകിക്കൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.